ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നോമ്പ് പണീൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതിൻ്റെ മുമ്പ് 2-3 ദിവസത്തെ വിശേഷങ്ങളും കൂടിയായിട്ട് ഇതിൽ കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ജന്നക്കുട്ടിക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ പനിയായിട്ട് അവൾക്ക് ഡോക്ടറെ കാട്ടാൻ പോയി. അപ്പോൾ 92ാമത്തെ നമ്പറാണ് കേട്ടോ. അപ്പോൾ കുറേ രാവിലെ ഒരു 11:30ക്ക് പോയിട്ട് പിന്നെ ഉച്ചക്ക് 2:30 ആയിട്ടാട്ടോ വീട്ടിലെത്തിയ. ഞങ്ങളവിടെ അടുത്ത് തന്നെ വേട്ടക്കോട് കേട്ടോ. അപ്പോൾ 2:30 ആയിട്ടോ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഉച്ചക്കൊക്കെയുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. ബിരിയാണി വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. പോന്നപ്പോൾ ഞങ്ങൾ വാങ്ങി. ഞാൻ അതിനകത്ത് വേറെ പ്ലേറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. ആ ഭാഗത്തു തന്നെ ആ പൊതി തന്നെ തിന്നു കേട്ടോ. ഇങ്ങനെ തിന്നാനൊരു വേറെ രസമാണല്ലോ അല്ലേ? ജസ്റ്റായിട്ട് അങ്ങനെ തിന്നാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ തിന്നിട്ട് ഞാൻ പോയപ്പോൾ തന്നെ ചോറ് കുക്കറിലാക്കി പോയിക്കണി. ജന്നക്കുട്ടി അടിയിക്ക് ഇറങ്ങണേ ഇല്ല. അപ്പോൾ പിന്നെ ഒരു പണി എടുക്കാനും വയ്ക്കണില്ല എന്നിട്ട്. അപ്പോൾ അങ്ങനെ ആക്കിക്കണിന്. പിന്നെ ഇത് പിറ്റേ ദിവസമായിട്ട് അങ്ങനെ 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസത്തെ ഞാൻ ഇതിൻ്റെ മുമ്പ് 2-3 വീഡിയോ വിട്ടിന് കേട്ടോ. 3 വീഡിയോ വിട്ടിന് നോമ്പ് പണീൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് പണി എല്ലാം എടുത്തിട്ടില്ല. ജന്നക്കുട്ടിക്ക് പനിയായപ്പം പിന്നെ എടുക്കാൻ അയച്ചിട്ടൊന്നുമില്ല ഇനി കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ആശുപത്രിക്ക് പോയിട്ട് തിരുമ്പിയിട്ടൊന്നുമില്ല ഇനി. ജന്നക്കുട്ടിക്ക് പനിയായിട്ടുള്ള മേത്തുനിന്ന് ഇറങ്ങണമില്ല ഇനി. മക്കളുടെ അടുത്തേക്കും ഇപ്പോൾ ആരുടെ അടുത്തേക്കും പോകണില്ല ഇനി. തിരുമ്പാൻ കുറച്ച് തോന്നുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ തിന്നത്തോട് ആയതുകൊണ്ട് കുറച്ച് തോന്നുന്നുണ്ട്. അപ്പോൾ ആ രണ്ടോടി വേഗം തിരുമ്പിയിട്ട്. ഇപ്പോൾ ജന്നക്കുട്ടി ഉറങ്ങിയിട്ടോ. വേഗം തിരുമ്പിയിട്ട് പിന്നെ ആശുപത്രിയിൽ കാട്ടി വന്നതിൻ്റെ ശേഷം പിന്നെ അവൾക്ക് കുറച്ച് ആക്കണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ആയാലും അങ്ങനെ തന്നെ ഞാൻ വീട്ടിലുള്ള കുളുക്കൊക്കെ കൊടുത്തിന് കേട്ടോ. കുപ്പിമരുന്ന് പാരസെറ്റമോൾ കിട്ടിയത് നമുക്ക് ഉണ്ടേന് ആദ്യം കൊടുത്തിന്. പക്ഷേ ഓൾക്ക് കൊടുത്തിട്ടൊന്നും മാറുന്നില്ല. ആശുപത്രിയിൽ പോയി അവിടെ പോയിട്ട് നമുക്ക് ഞാൻ വീട്ടിൽ കൊടുത്താൽ അതന്നെ കിട്ടിയത് കേട്ടോ. അപ്പോൾ കുടിച്ചപ്പോൾ കുറച്ച് ആക്കണ്ടായി കേട്ടോ. എന്നാലും ഇടയ്ക്ക് വന്നു പോയും കളിച്ചാണ്. അപ്പോൾ മരുന്ന് അടിച്ചപ്പോൾ കുറച്ച് ആക്കണ്ടേ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും പനിച്ച് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് ആക്കണ്ടായി. എന്തായിട്ട് വാർപ്പിൻ്റെ മേലെ ഒന്ന് അടിച്ചു തരാൻ വേണ്ടി പോയിട്ടാ. കുറേ ആയി അടിച്ചു തരണം വിചാരിച്ചിട്ട്. അപ്പോൾ നേരം കിട്ടൂല എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം ഇന്നെങ്ങനെയെല്ലാം അടിച്ചു തരാൻ വിചാരിച്ചിട്ട് അടിച്ചു തരാൻ വേണ്ടി കയറിയിട്ട് പിന്നെ അവിടെ വെള്ളത്തിൻ്റെ ടാങ്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടെ അല്ലും മില്ലും ഇക്കൂടിയും കൂടി കല്ലുനില്ലും തേങ്ങയ്ക്ക് ഇറക്കിയാണ്. അപ്പോൾ ഓളവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇത് മോറല്ല അടിച്ചുതരാൻ വേണ്ടി നിന്നിട്ട്. അപ്പോൾ നമ്മൾ ജന്നക്കുട്ടീൻ്റെ ഫോൺ ഇപ്പോൾ ഉള്ള സ്വഭാവമാണ്. ഫോൺ എവിടെ വെച്ചാലും ഫോണിൻ്റെ മുമ്പിൽ പോയി ചിരിച്ചല്ലെങ്കിൽ ഫോൺ എടുത്താൻ ടൈമിൽ നെക്കി കളിച്ച അതൊക്കെയാണ് ഇട്ടപ്പോൾ ഉള്ളത്. ആദ്യം ഫോണുമ്പോൾ അങ്ങനെ നെക്കി കളിക്കലില്ല. ഇനിയിപ്പോൾ ഫോൺ കണ്ടവൾക്ക് മാണു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ വേഗം ആ പണികളൊക്കെ വേഗം കഴിച്ചാൽ കവർക്ക് ഇട്ട് വെച്ചിട്ടോ. ആ ചമ്മലൊക്കെ തന്നെ പിന്നെ അടിയിക്ക് ഇടുകയാണെങ്കിൽ പിന്നെ അടിയിൽ പിന്നെ അടിയും പിന്നെ നമുക്ക് അടിച്ചു തരണ്ടേ. അടിയിലാണെങ്കിൽ നമ്മൾ ആ മെറ്റല കല്ല് എടുത്തോടെ അടിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം ചെല്ല് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി അടിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു കവറിലാക്കി ചമ്മലിട്ടാണ്. പിന്നെ കവറും കൊണ്ട് അടിയിക്ക് പോയി നമുക്ക് ചെടികൾക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കവർക്കാണ് ഇട്ടാണ് ചമ്മലൊക്കെ ഇടുന്നത്. പിന്നെ രാത്രിയായപ്പോൾ നമുക്ക് കോഴി പൊരിച്ചു. കോഴിപ്പൊരി ഉണ്ടാക്കിയിട്ടോ. അല്ലൂഫിന് കോഴിപ്പൊരി കുറച്ച്. ഞാൻ പിന്നെ കറി വേറെ ഇല്ലാത്തതോടെ എന്നിട്ട് ഉള്ളിയും തക്കാളിയും മാട്ടിയാണ്ട് നമ്മൾ കോഴിക്കടായിൻ്റെ ഒക്കെ പോലെ ആക്കല്ലോ. അങ്ങനെ കോഴിക്കടായി അല്ല എന്നാലും കോഴിക്കടായിൻ്റെ ഒക്കെ പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അല്ലൂഫിന് കോഴിപ്പൊരിയും കൊടുത്തു. അല്ലൂഫ് വേണ്ടായിരുന്നപ്പോൾ പക്ഷെ അതാ ഒരു തട്ടിക്കൂട്ട്. ഒരു ഉള്ളി വാട്ടിയിൽ തക്കാളി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പിന്നെ നമ്മൾ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് നല്ലോണം വാട്ടിയിട്ട് ഈ കോഴിപ്പൊരി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ കോഴി മസാല ഉണ്ടല്ലോ അതിൻ്റെ പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ പിന്നെ കോഴിയിട്ട് ഇളക്കി ആ ചോറിനൊരു ഇതിനും വേണ്ടിയിട്ടോ. അപ്പോൾ അന്ന് ഒരു പൂതിക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടോ. പിന്നെ അന്തിക്ക് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തെ ഇങ്ങനെ പുതിയ വീഡിയോ എടുത്തതാണ് ഉണ്ടാക്കിയത് കേട്ടോ. വീഡിയോ പിന്നെ ആക്കിയതാണ്. അപ്പോൾ പനി ആയാലേ എല്ലാവർക്കും ആയാലല്ലേ അറിയാം. പനി ആയാൽ നമുക്ക് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഉണ്ട് പണിയെടുക്കാനൊന്നും കഴിയൂല. അപ്പോൾ കുറച്ചൊക്കെ ആക്കം വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു പനി കൂടിയ പോലെ ചിലപ്പോൾ ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെയാണ് ജന്നക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മക്കളുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ആക്കായി ഇപ്പോൾ മക്കളുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. മറ്റേ തീരെ ആരുടെ അടുത്തേക്കും പോകണില്ല ഇനിയുള്ളൂ കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ നമ്മളെ കോഴിക്കടായി എന്ന് പറയില്ല, എന്നല്ല നമുക്ക് കോഴിക്കടായി എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടൊരു കടായി ചോറും തിന്നിട്ട് പിന്നെ ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ.
മല്ലിച്ചപ്പ് ഇട്ട വേറൊരു ഇതാണല്ലോ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാത്തേക്കും മല്ലിച്ചപ്പ് ഇടാൻ. പിന്നെ ഇവിടെ വീട്ടിലുണ്ടായത് ഇതിപ്പോൾ ഈ കടയിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതില്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടായ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ കറിക്കൊക്കെ ഇട്ട വേറൊരു ഇതാണല്ലോ അല്ലേ. പിന്നെ പിറ്റേ ദിവസം എന്താട്ടി നമ്മളെ വീടിൻ്റെ സൈഡ് ഭാഗം എന്താണ് തട്ടിയിട്ടില്ല ഇനിയിട്ട് പൊടിയൊന്നും തട്ടിയിട്ടില്ല ഇനി ഏത് ഭാഗവും തട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ടെന്ന് അത്രത്തോളം ജനക്കുട്ടി ഉറങ്ങിയ ടൈമിലാണ് കേട്ടോ ഈ പണി ചെയ്തത്. അപ്പം ഈ ഭാഗം തട്ടി പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ഇക്കാൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി പണിക്ക് പോകുന്നത്. പിന്നെ അതേപോലെ വീട്ടിലോരോ അല്ലറ ചില്ലറ പണികളൊക്കെ എടുക്കുമ്പോൾ ഓരോ അത് ഇത് കാണിയാത്തത് അങ്ങനെ ഓരോ ഇതുണ്ട് ഇനിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു പെട്ടിക്കാക്കി വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ നടത്തിയാൽ ഇതാക്കാൻ വിചാരിച്ചു. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ ചെത്താത്ത ഭാഗമൊക്കെ പിന്നെ ഒക്കെ പണി കഴിഞ്ഞ് വന്ന് കടന്നുറങ്ങീനി കേട്ടോ. അപ്പോൾ പിന്നെ ഇക്ക നീച്ചിട്ട് പിന്നെ ചെത്താത്ത ഭാഗങ്ങളൊക്കെ ഇക്ക പിന്നെ തട്ടി തന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ തട്ടിയിട്ടോ. എന്നെ ഉറങ്ങുന്നതായിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ നീച്ചിന് മുമ്പ് വേഗം അങ്ങനത്തെ പണികൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി എന്നിട്ട് ജനാലവാതിലിൻ്റെ പുളികളൊന്നും മോറിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഒന്ന് തോത്തിയെടുക്കണം. പിന്നെ പുറത്തിട്ട് നമ്മുടെ സാധാ അടുപ്പുണ്ടല്ലോ അവിടുത്തെ അടുക്കള കൂടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ഇതെടുക്കാനും നോമ്പ് പണി എടുക്കാനും അല്ലാത്തതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നാളെ ജനലവാതിലൊക്കെ ഇതാക്കുക പിന്നെ അതിൻ്റെ പിറ്റേന്ന് അടുക്കളയും ചെയ്യുക. ഷിറ്റ് ഔട്ടും ഉണ്ട് കേട്ടോ. ഷിറ്റ് ഔട്ടിലത്തെ പണിയും കഴിഞ്ഞിട്ടില്ല. ഷിറ്റ് ഔട്ടിലൊരു ഇരിക്കണതുണ്ട് അതൊന്ന് തോത്തണം. പിന്നെ നമ്മളെ മുമ്പിലൊക്കെ കുറച്ച് തറമലൊക്കെ ചളിയുണ്ട് അതൊക്കെ ഒന്ന് കരുതി കളയണം കേട്ടോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നോമ്പാവാനായാലും ഞാൻ 4-5 ദിവസം 18 19 ആയാൽ നോമ്പാവുമല്ലോ. അപ്പം അതിൻ്റെ മുമ്പാകുമ്പോൾ ഇന്നിപ്പോൾ 11 ആയില്ല. 2-3 ദിവസം ആകുമ്പോൾ ഇനി കഴിയും. അയ്യോ ജനക്കുട്ടിക്ക് ഒന്നാമത് ഇടയിൽ പനി വന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പണിയെടുക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ പണിയെടുക്കണം വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾക്ക് പനിച്ചോണ്ട് അന്നൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പായിട്ട് ചിലപ്പം കഴിയുള്ളൂ. വിചാരിച്ചാൽ പിന്നെയും കഴിയും. നമ്മൾ മക്കളെ വേക്ക് കൂടെ നടക്കുമ്പോൾ നമ്മളെ നേരം വെക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. ഇവിടെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ വരും വെയിലാണ്, നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ ഓളെ ജനക്കുട്ടീൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഓൾ നീച്ചിട്ട. അപ്പോൾ ഓൾ കുറച്ചൊരു ഉഷാറില്ല പോലെ തോന്നിയപ്പോൾ പിന്നെ ഓളെയും കൂട്ടിയിട്ട. അപ്പോൾ ഓൾ ചൂലും കൊണ്ടോ ഞാൻ തന്നെ ഓളും എൻ്റെ ഒപ്പം കൂടി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ടൈമിൽ പനിച്ചും പറഞ്ഞ പോലെ ഇപ്പോൾക്ക് പനിയൊന്നും ഇല്ലാത്തതോട് പിന്നെ ഞാൻ വേഗം അടിച്ചടി അവിടെ എടുത്ത പണി വേഗം ഫുള്ളാക്കട്ടെ വിചാരിച്ചിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓളും എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ അടിച്ചു തരാനൊക്കെ. ഓൾക്കൊരു ഈർക്കിളിയോ ചൂലോടത്തോളി ചിലപ്പോൾ അങ്ങനെ ഒന്നും. പിന്നെ ഓളെ പുറത്തേക്ക് ഇറക്കാൻ പേടി തന്നെ ഓൾ മണ്ണ് തിന്നു കേട്ടോ. കട്ട് തിന്നാറിന പോലെ നമ്മളെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഓളെ ഇത് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ ഓൾ എന്തെങ്കിലുമായിട്ട് വായിക്ക് ഇട്ടാണ്ട് തിന്നുട്ടോ. കല്ലും അതേപോലെ മണ്ണ് പിന്നെ പേപ്പർ കണ്ടും പറഞ്ഞാൽ നല്ലോണം തിന്നു കേട്ടോ. പേപ്പർ എന്താവും ഇപ്പം തുടങ്ങിയത് കേട്ടോ. ആദ്യം ഇങ്ങനെ അല്ലേ ഇനി ഓൾക്ക് കേട്ടോ. അപ്പോൾ എവിടെ മക്കളെ ബുക്കത്തെ പേപ്പറൊക്കെ കണ്ടാൽ ഒക്കെ കീറിയാണ്ട് എടുത്ത് തിന്ന. അല്ലെങ്കിൽ കണ്ട മണ്ട മേശൻ്റെ അടിയിൽ പോയി നിൽക്കാൻ കാണാതെ കന്നത്ത് ഓള് തിന്നാം. കയ്യിൽ കിട്ടിയ പിന്നെ നമുക്ക് തിരന്നല്ല കേട്ടോ. മുറുക്കി പിടിച്ചുവിട്ട് അങ്ങനത്തെ ഒക്കെ ഓരോ ഇതാ. പിന്നെ എന്തെങ്കിലും കിട്ടിയ ചെവിൻ്റെ ഉള്ളിക്ക് മൂക്കിൻ്റെ ഉള്ളിക്ക് അതൊക്കെ ഇപ്പോൾ ചെവിൻ്റെ ഉള്ളിക്ക് അങ്ങനെ അറിയില്ല. ഇനി മൂക്കിൻ്റെ ഉള്ളിക്കും വായിക്കൊക്കെ ഓടും. അപ്പോൾ ചെവിൻ്റെ ഓട്ടികൾ കണ്ടുപിടിക്കണം. അത് കല്ലെടുത്താണ് ചെവിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടി ഉണ്ട്. അപ്പോൾ പിന്നെ ഓളും കൊണ്ട് പണിയെടുക്കാൻ വരുമ്പോൾ പേടിയിട്ടോ. പുറത്തേക്ക് ഇറങ്ങി പണിയെടുക്കാൻ നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുമ്പോഴത്തേനും ഓൾ ഇവിടെ ഒപ്പിച്ചിൽ ഇതാവും. പിന്നെ അതേപോലെ ചെടികളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്താണ്ട് വായിക്കിടുക. അങ്ങനെയൊക്കെ ഓരോ പരിപാടിയാണ്. അപ്പോൾ ഓളവിടെ ഇപ്പോൾ കല്ലോട് കളിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓളെ കല്ല് കൊണ്ട് കളിച്ചണം നോക്കണമുണ്ട്. അവിടെ അടിച്ചിരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് നോക്കണമുണ്ട് എന്താ പരിപാടി ഞാൻ എവിടേക്കെങ്കിലും കൊണ്ടുപോയി ഇടണുണ്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ചെവിക്കൊക്കെ ഇപ്പോൾ ഇടലുണ്ട് ഓള്. പിന്നെ കുറച്ച് നേരം അവിടെ കോഴി ഞങ്ങൾ വീട്ടിൽ കോഴി കിട്ടീന് കേട്ടോ. പഞ്ചായത്തിൽ നിന്ന് കോഴി കിട്ടിയതുണ്ട്. അപ്പോൾ കുറച്ച് നേരം കോഴിക്കളെ നോക്കി നിന്നിട്ട് പിന്നെ ഉള്ള കോഴിയുണ്ട്. കോഴിക്കളെ കൂട്ടിക്ക് കുറച്ച് കല്ലെടുത്ത് എരയിലും അങ്ങനെ കുറച്ച് പരിപാടികളായാണ്ട് അങ്ങനെ പോയി ഇനിയിട്ടോളൂ. അങ്ങനെ ഈ ഭാഗം ഫുള്ളാക്കി. ഇനി നാളെ നമുക്ക് മുമ്പ് ഭാഗവും പിന്നെ ജനാലപ്പുളിയൊക്കെ ഒന്ന് തോത്തണം വിചാരിച്ചിട്ടുണ്ട്. മുമ്പത്തെ വാതിലും തോത്താണ്ട് ഷിറ്റ് ഔട്ടും മുമ്പത്തെ അത് എന്താക്കാൻ നാളെ വിചാരിച്ചിട്ടുണ്ട്. നാളെ പിന്നെ മറ്റന്നാളെ പുറത്തിട്ട് അടുക്കളയൂടും ചെയ്താൽ നമ്മളൊരു ഇതൊക്കെ കഴിയും കേട്ടോ. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ജനക്കുട്ടി അടിഞ്ഞിക്കാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചിലപ്പോൾ നടക്കില്ല. ഓൾ കച്ചറായി കരിഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും കഴിയില്ല. ഓൾ ഇതില്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.